പ്രൈസ് ദി ലോർഡ്. അനുഗ്രഹമേറിയ നല്ല നിമിഷങ്ങളെ ഓർത്ത് കർത്താവിനെ സ്തുതിക്കുന്നു. ഒരു വേള കൊണ്ട് ദൈവവചനവുമായി നമുക്ക് ദൈവസ്ഥലായിരിക്കാം. കർത്താവ് ഒരുക്കിയ അവസരത്തിന് സകല മഹത്വം കർത്താവിന് അർപ്പിക്കുന്നു. ജീവിതത്തിൽ അപ്രതീക്ഷിതമായി ഉണ്ടാകുന്ന ചില കാര്യങ്ങൾ നമ്മുടെ വേദനകളെ വർദ്ധിപ്പിക്കും. ചിലപ്പോൾ അത് രോഗമാകാം, അല്ലെങ്കിൽ ചില കടബാധ്യതകൾ, സാമ്പത്തിക ഞെരുക്കങ്ങളാകാം, അതുമല്ലെങ്കിൽ നമുക്ക് ഏറ്റവും ഉറ്റവരും ഉടയവരുമായ ചിലരുടെ ആകസ്മികമായ വേർപാടാകാം. ചിലർക്ക് അവരുടെ ജോലി നഷ്ടപ്പെടുന്നതാകാം, അല്ലെങ്കിൽ മുന്നറിയിപ്പൊന്നുമില്ലാതെ ജോലിയിൽ നിന്ന് പിരിച്ചുവിടുന്ന സന്ദർഭങ്ങളാകാം. മനസ്സിൽ പോലും ചിന്തിക്കാത്ത കാര്യങ്ങളൊക്കെ അപവാദം പറഞ്ഞ് പരത്തുകയും ആ നിലയിലൊക്കെ വ്യസനിപ്പിക്കുന്ന സന്ദർഭങ്ങളുണ്ടാകാം. പിന്നെ പ്രായം ഒത്തിരി മുമ്പോട്ട് പോകുന്നു, വിവാഹ കാര്യങ്ങളൊന്നും നടക്കുന്നില്ല. അങ്ങനെയൊക്കെ ജീവിതത്തിൽ പ്രയാസങ്ങളുടെ ഒരു കാലഘട്ടമുണ്ടാകാം. ഇയ്യോബിൻ്റെ പുസ്തകത്തിലൊരു വാക്യമുണ്ട്, 14-ാം അധ്യായം 7-ാമത്തെ വാക്യം. അവിടെ ഇങ്ങനെ എഴുതിയിരിക്കുന്നു, ഒരു വൃക്ഷമായാൽ, ഇങ്ങനെ എഴുതുന്നു, ഒരു വൃക്ഷമായിരുന്നാൽ പ്രത്യാശയുണ്ട്, അതിനെ വെട്ടിയാൽ പിന്നെ പൊട്ടിക്കിളിർക്കും, അതിളം കൊമ്പുകൾ വിടാതിരിക്കയില്ല. വൃക്ഷത്തെ നമ്മൾ നിത്യേന കാണുന്നതാണ്. അപ്പം അത് പല വിധത്തിൽ ഉപകരിക്കുന്നതാണ്. അപ്പം ആ നിലയിൽ അതിനെ വെട്ടിയാൽ, അപ്പം അതാ പുറമേ നോക്കുന്നവർക്ക് അവിടെ നിൽക്കുന്ന കുറ്റി അത് സ്വാഭാവികമായും ഉണങ്ങിപ്പോകുന്നതായിട്ട് തോന്നും. പക്ഷേ അവിടെ തന്നെ താഴേക്ക് പറയുകയാണ്, അതിൻ്റെ വേര് നിലത്ത് പഴകിയാലും അതിൻ്റെ കുറ്റി മണ്ണിൽ കെട്ടുപോയാലും വെള്ളത്തിൻ്റെ ഗന്ധം കൊണ്ട് അത് കിളിർക്കും, ഒരു തൈ പോലെ തളിർവിടും. നമ്മൾ നമ്മുടെ ജീവിതയാത്രയെ കണ്ടിട്ടുണ്ടാകാം, വെട്ടിയ കുറ്റി ചിലത് ഉണങ്ങിപ്പോകാം, എന്നാൽ ചിലതൊക്കെ ആ കുറ്റിയിൽ നിന്ന് പല ബ്രാഞ്ചുകൾ, ചില പുതിയ സസ്യങ്ങൾ കിളുത്തു വരുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോസ്തലനായ പൗലോസിനെ സംബന്ധിച്ച് താൻ അറിഞ്ഞു വന്ന ന്യായപ്രമാണത്തോടുള്ള തൻ്റെ ആ തീഷ്ണതയും തീവ്രതയും നിമിത്തം പുതുതായി ഉടലെടുത്ത ഒരു ചെറിയ കൂട്ടായ്മ, അത് കർത്താവിൻ്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട ദൈവമക്കൾ ചേർന്ന് ആരാധിക്കുന്ന സഭയാണ്. അപ്പോൾ അതിനെ എങ്ങനെയെങ്കിലും നശിപ്പിക്കണം. ഈ സത്യത്തെക്കുറിച്ചോ ഇതിൻ്റെ ആ ഉൾക്കാഴ്ചയും ഉൾക്കാമ്പും തിരിച്ചറിയാൻ കഴിയാതെ തൻ്റെ ആ ചുടുരക്തത്തിൻ്റെ തിളപ്പിൽ ഇതിനെയൊക്കെ നശിപ്പിക്കാം എന്നുള്ള വ്യാമോഹത്തോടുകൂടെ താൻ ഓടിയ ഒരു ഓട്ടമുണ്ട്. ആ നേർവീഥിയിൽ തൻ്റെ യാത്രയ്ക്ക് തടസ്സമെന്ന വണ്ണം ദൈവപ്രവൃത്തി വെളിപ്പെട്ട് നമ്മൾ തിരുവെഴുത്തിൽ വായിക്കുന്നു. അപ്പോസ്തലപ്രവൃത്തി 22-ാം അധ്യായത്തിൽ അദ്ദേഹം പറയുന്ന സാക്ഷ്യത്തിനകത്ത് പ്രത്യേകിച്ചുണ്ട്. അവിടെ പ്രയാണം ചെയ്ത് ദമസ്കോസിനോട് അടുത്തപ്പോൾ ഏകദേശം ഉച്ചയ്ക്ക് പെട്ടെന്ന് ആകാശത്തു നിന്ന് വലിയൊരു വെളിച്ചം എൻ്റെ ചുറ്റും മിന്നി. ഞാൻ നിലത്ത് വീണു. ശൗലേ ശൗലേ, നീ എന്നെ ഉപദ്രവിക്കുന്ന എന്തെന്ന് എന്നോട് പറയുന്നൊരു ശബ്ദം കേട്ടു. വളരെ വീരോടെ, അല്ലേ, അധികാരപത്രമൊക്കെ ആയിട്ട് എന്തും ചെയ്യാം എന്നുള്ള തൻ്റെ ഇടത്തോട് ഓടിയതാണ്. വെട്ടിയിട്ടു. പക്ഷെ ആ വെട്ടിയിട്ടത് 3 ദിവസം കാഴ്ച നഷ്ടപ്പെട്ട് സത്യത്തിൽ യേശു ആരാണെന്ന് തിരിച്ചറിയത്തക്ക നിലയിൽ കർത്താവിങ്കലേക്ക് ഒന്ന് തിരിയാനുള്ള മുഖാന്തരമായിരുന്നു. അപ്രതീക്ഷിതമായ ചില കാര്യങ്ങളൊക്കെ നമ്മളെയും ഓർപ്പിച്ചുണർത്തുന്ന കാര്യം, ദൈവത്തിങ്കലേക്ക് ദൈവം ആഗ്രഹിക്കുന്ന നിലയിൽ ഒന്ന് തിരിയണം. കം ബാക്ക് ടു ദ ലോർഡ് ആൻഡ് ടു ദ വേർഡ് ഓഫ് ഗാഡ്. ദൈവവചനത്തിലേക്കും ദൈവസന്നിധിയിലേക്കും നമ്മെ മടക്കിക്കൊണ്ടുവരിക, ആ ദൈവിക പദ്ധതിയുടെ പൂർത്തീകരണത്തിലേക്ക് നമ്മളെ കൊണ്ടുവരിക എന്നുള്ള ലക്ഷ്യത്തിലേക്ക് ദൈവം ചില കാര്യങ്ങൾ ചെയ്യും. നമുക്കൊരല്പകാലം അതൊരു പ്രയാസവും തോന്നിയാലും ആത്യന്തികമായ ദൈവിക പദ്ധതി അതിനകത്ത് നിറവേണം. ശൗലിനെ സംബന്ധിച്ച് അദ്ദേഹം ഒരു പൗലോസായി തീരുവാൻ, ഇന്ന് നാം കയ്യിൽ കൊണ്ടു നടക്കുന്ന വിശുദ്ധ ബൈബിളിൽ ഏതാണ്ടൊരു 21 ലേഖനങ്ങളിൽ 12ഓളം അല്ലെങ്കിൽ 13ഓളം ലേഖനങ്ങൾ അദ്ദേഹം എഴുതിയതാണെന്ന് നിശ്ചയമായിട്ടും നമുക്ക് തിരുവെഴുത്തിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയും. ആ നിലയിലൊക്കെ അദ്ദേഹത്തെ ദൈവം ഉപയോഗിപ്പാൻ ഇടയായിത്തീരും. ഒരു വൃക്ഷമായിരുന്നാൽ അതിൻ്റെ പ്രത്യാശയ്ക്ക് വകയുണ്ട്. നിശ്ചയമായിട്ടും പെട്ടേറ്റ അനുഭവങ്ങൾ നമ്മുടെയും ജീവിതത്തിൽ കാണും. എന്നാൽ അതൊക്കെ നശിപ്പിച്ച് കളയാനല്ല. പ്രത്യുത മാറായുടെ അനുഭവത്തിൽ അവിടെ ഒരു വൃക്ഷമുണ്ടായിരുന്നു. ആ വൃക്ഷം ജനലക്ഷങ്ങളുടെ കയ്പിനെ മാറ്റി. സത്യത്തിൽ വെള്ളത്തിൻ്റെ കയ്പൊന്ന് മാറ്റിക്കൊടുത്താൽ മതി. പക്ഷേ കർത്താവ് അവിടെ ചെയ്തത് കയ്പ് മാറ്റിക്കൊടുക്കുക മാത്രമല്ല, ആ വെള്ളത്തെ പിന്നീട് എന്ത് ചെയ്ത് മധുരം കൂടാക്കി.
മാറായ മധുരമാക്കി. ജീവിതത്തിൽ ഇന്ന് നേരിടുന്ന കയ്പും ബുദ്ധിമുട്ടുകളും ആ നിലയിലുള്ള നമുക്ക് സഹിക്കാവുന്നതിനപ്പുറം എന്ന് തോന്നുന്ന വിഷയത്തിൽ നിശ്ചയമായൊരു പരിഹാരം യേശു കർത്താവ് ചെയ്യും. വിശ്വാസത്തോടെ ഇന്ന് ഈ വചനം ഏറ്റെടുക്കുക. അല്ലെങ്കിൽ വെട്ടേറ്റതായ ഒരു കുറ്റി, അതിൻ്റെ വേര് വെള്ളം തിരയുന്നത് പോലെ എപ്പോൾ വെള്ളത്തിൻ്റെ ഗന്ധമെങ്കിലും ഏറ്റാൽ നിശ്ചയമായിട്ടും ഒരു പുതിയ നാമ്പ്, പുതിയ ഒരു കിളിർപ്പ് ജീവിതത്തിൽ ആ നിലയിലൊരു മാറ്റവും ഉയർപ്പും പരിവർത്തനവും ദൈവിക പദ്ധതി പ്രകാരം ദൈവം ചെയ്യട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കണം. ധൈര്യമായിട്ടിരിക്കുക. ഇതൊക്കെ ദൈവം അറിഞ്ഞു തന്നെയാണ് ജീവിതത്തിൽ വരുന്നത്. ഏത് വിഷമസന്ധിയിലൂടെയും ഏത് പ്രതിസന്ധിയിലൂടെയും ഇന്നത് കടന്നു പോകുന്നെങ്കിലും പരിഹാരം യേശു കർത്താവിലുണ്ട്. കർത്താവിലേക്ക് അടുക്കുക, ഒന്നുകൂടെ കർത്താവിനെ മുറുകെ പിടിക്കുക, ധൈര്യമായിട്ടിരിക്കുക, പ്രാർത്ഥിക്കുക. ഞങ്ങളെ സ്നേഹിക്കുന്ന സ്വർഗീയ പിതാവാം ദൈവമേ, ഞങ്ങൾക്ക് നൽകിയ ആഴമേറിയ ദൈവിക സന്ദേശത്തിനായി സ്തോത്രം. ഇന്ന് ഞങ്ങൾക്ക് പ്രയാസമെന്നും ബുദ്ധിമുട്ടെന്നും ഏറെ വെട്ടേറ്റ ഒരു വൃക്ഷത്തിൻ്റെ കുറ്റി എന്നതുപോലെ മറ്റുള്ളവരുടെ മുമ്പിൽ അവഹേളിക്കപ്പെട്ടതും നിന്ദിക്കപ്പെട്ടതുമായ സാഹചര്യത്തിലാണെങ്കിലും അതിൻ്റെ പിന്നിലും ദൈവികമായൊരു പദ്ധതിയുണ്ട്. കഴിഞ്ഞ നാളുകളേക്കാൾ ശക്തമായി ദൈവകരങ്ങളിൽ പ്രയോജനപ്പെടുവാൻ തക്കമാണ്. അതേ ദൈവത്തിൻ്റെ കരങ്ങളിൽ ദൈവഹിതപ്രകാരം ഉപയോഗിക്കത്തക്കതുണ്ടോ. ദൈവസനെ സമർപ്പിക്കപ്പെട്ട കർത്താവെ, ഈ പ്രിയപ്പെട്ടവർക്ക് ദൈവം കൃപ ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അവരനുഭവിക്കുന്ന നിന്ദയും ആ പ്രതിസന്ധിയും ബുദ്ധിമുട്ടുകളും യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ദൈവിക പദ്ധതികളിലേക്ക് അവരെ കൊണ്ടുവരുവാനുള്ള മുഖാന്തരമായി തീരട്ടെ. അതൊരനുഗ്രഹവും നന്മയുമായി തീരട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ പ്രിയപ്പെട്ടവരെ അടിയിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കൈക്കൊണ്ടനായി സ്തോത്രം. മുഴുമഹത്വം അങ്ങേക്ക് യേശു ക്രിസ്തുവിന്റെ തുല്യനാമത്തിൽ തന്നെ. ആമേൻ. ധൈര്യമായിട്ടിരിക്കുക. കർത്താവ് അത്ഭുതങ്ങൾ ചെയ്യും. താങ്ക് യു.